നമസ്കാരം. തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനോട് ആയമാരുടെ അതിഭീകരമായ ക്രൂരത. 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. സംഭവത്തിൽ ആയമാരായ അജിത, മഹേശ്വരി, സിന്ധു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന കാരണത്താലാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ആയമാർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് കേസ്. അജിത എന്ന ആയയാണ് കുഞ്ഞിനെ മുറിവേൽപ്പിച്ചത്. മറ്റ് 2 പേർ ഇക്കാര്യം അറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. 3 ആയമാരും കുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. പ്രതികൾക്കെതിരെ മറ്റെന്തെങ്കിലും നടപടി മുൻപ് എടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. ശിശുക്ഷേമ സമിതിയിൽ 103 ആയമാരാണുള്ളത്. ഈ ആയമാരെല്ലാം കരാർ ജീവനക്കാരാണ്. പ്രതികളായ 3 പേരും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണെന്നാണ് മനസ്സിലാവുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടൻ വിവരം ശിശുക്ഷേമ സമിതി പോലീസിന് കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ വൈദ്യചികിത്സയ്ക്ക് വിധേയമാക്കി. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് അറിയുന്ന വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ മ്യൂസിയം പോലീസ് കുട്ടിയെ സ്ഥിരമായി പരിചരിക്കുന്ന ആയമാരെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നു. അമ്മ മരിച്ചതിന് പിന്നാലെ അച്ഛനും ജീവനൊടുക്കിയതോടെയാണ് ഈ 5 വയസ്സുകാരിയെയും 2.5 വയസ്സുകാരിയെയും ശിശുക്ഷേമ സമിതിയിൽ എത്തിച്ചത്. 2.5 വയസ്സുകാരി സ്ഥിരമായി കിടക്കയിൽ മൂത്രമൊഴിക്കാറുണ്ട്. ഇതിന്റെ പേരിൽ കുട്ടിയുടെ ശരീരത്തിൽ നഖം പതിപ്പിച്ച് നുള്ളി മുറിവേൽപ്പിക്കുകയായിരുന്നു. ഒപ്പം മുന്നിൽ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും നുള്ളി മുറിവേൽപ്പിച്ചു. മുറിവുകൾ സാരമുള്ളതല്ലെന്നും പരിഭ്രാന്തി പരത്തേണ്ടതില്ലെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥിരമായി കുട്ടിയെ പരിചരിച്ച ആയമാരാണ് അറസ്റ്റിലായത്. ഒരു ദിവസം 4ാമതൊരാൾ കുട്ടിയെ പരിചരിക്കാനെടുത്തപ്പോഴാണ് കുട്ടിയുടെ ശരീരത്തിൽ മുറിവേറ്റത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ വിവരം മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും കുഞ്ഞിന്റെ ശരീരത്തിൽ നഖം കൊണ്ട് നുള്ളിയ ചെറിയ പാടുകളാണുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാതിരിക്കുകയാണ്.